ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ 1957 പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രി 1961 100 പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയായി ഉയർത്തുകയുണ്ടായി. കണ്ണൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് നാഷണൽ ഹൈവേയിൽ നിന്നും 500 മീറ്റർ മാറി മുഴത്തടം വില്ലേജിൽ താണയിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ജനറൽ വിഭാഗത്തിലും വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലുമായി 22 ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചു വരുന്ന ഈ ആശുപത്രി കേരളത്തിലെ തിരക്കേറിയ സർക്കാർ ആയുർവേദ ആശുപത്രികളിൽ ഒന്നാണ്. ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ ജനറൽ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സ, നേത്ര ചികിത്സ, മർമ്മ ചികിത്സ, സിദ്ധ ചികിത്സ എന്നീ വിഭാഗങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രവർത്തിച്ചു വരുന്നു. നാഷണൽ ആയുഷ് മിഷൻ്റെ സഹായത്തോടെ ജീവിതശൈലി രോഗ ക്ലിനിക്ക്, ദൃഷ്ടി പദ്ധതി, കുട്ടികളുടെ ചികിത്സ, മാനസിക ചികിത്സ എന്നിങ്ങനെ വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ പദ്ധതി ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്ന പക്ഷാഘാത രോഗികൾക്കായുള്ള പുനർനവ പദ്ധതി, സ്ത്രീരോഗ ചികിത്സാ പദ്ധതി, വൃദ്ധജന പരിപാലനം, വ്യക്തിഗത യോഗ ചികിത്സാ പദ്ധതി എന്നിവയും ഈ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ജനറൽ വിഭാഗത്തിൽ നിത്യേന നിരവധി രോഗികൾ ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നു. രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ, ലബോറട്ടറി പരിശോധനകൾ എന്നിവയ്ക്കുള്ള സൗകര്യവും ഔഷധങ്ങൾക്കൊപ്പം തന്നെ ആവശ്യമെങ്കിൽ യോഗ, ഫിസിയോതെറാപ്പി എന്നിവയ്ക്കുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. വമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷണം എന്നീ പഞ്ചകർമ്മ ചികിത്സകളും ഇലക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി, അഭ്യംഗം, ശിരോധാര, ശിരോവസ്തി, പിഴിച്ചിൽ, ഉദ്വർത്തനം തുടങ്ങിയ എല്ലാവിധ ക്രിയാക്രമങ്ങളും പഞ്ചകർമ്മ വിഭാഗത്തിൽ ലഭ്യമാണ്. സന്ധിവാതം, ആമവാതം, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, സന്ധിരോഗങ്ങൾ, പക്ഷാഘാതം, പാർക്കിൻസൺസ് ഡിസീസ്, ഞരമ്പ് സംബന്ധമായ മറ്റ് അസുഖങ്ങൾ, ലിഗമെൻ്റ് ഇഞ്ചുറി, ടെൻഡൻ ഇഞ്ചുറി എന്നീ അസുഖങ്ങൾക്കുള്ള ചികിത്സയും പഞ്ചകർമ്മ വിഭാഗത്തിൻ്റെ കീഴിൽ ലഭ്യമാണ്. നേത്ര ചികിത്സാ വിഭാഗത്തിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ സഹായത്തോടുകൂടി ലഭ്യമായ റെറ്റിന ക്ലിനിക്കിൽ സ്ലിറ്റ് ലാമ്പ്, ഓട്ടോ റിഫ്രാക്ട്രോമീറ്റർ, നോൺ കോണ്ടാക്ട് ടോണോമീറ്റർ, ഫണ്ടസ് ക്യാമറ, OCT തുടങ്ങിയ എല്ലാ അത്യാധുനിക നേത്രരോഗ നിർണയോപാധികളും പ്രവർത്തിച്ചു വരുന്നു. ഡിസ്റ്റിലേഷൻ ഉപകരണം വഴി തയ്യാറാക്കുന്ന ഐ ഡ്രോപ്സ് രോഗികൾക്കായി നൽകി വരുന്നു. മർമ്മ ചികിത്സാ വിഭാഗത്തിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, കഴുത്തുവേദന, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നീ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. എല്ലുപൊട്ടലിന് ബാൻഡേജ്, ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം, വ്രണചികിത്സ, അഗ്നികർമ്മം, ലീച്ച് തെറാപ്പി, വെരിക്കോസ് വെയിനിന് രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ ഈ വിഭാഗത്തിൽ നൽകി വരുന്നു. സിദ്ധ ഡോക്ടറുടെ സേവനം ആശുപത്രിയിലെ മറ്റൊരു പ്രത്യേകതയാണ്. നാഷണൽ ആയുഷ് മിഷൻ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെയും പ്രോജക്റ്റുകളുടെയും ക്രോഡീകരണം പ്രോഗ്രാം കൺവീനർ നിർവഹിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, തൈറോയ്ഡ് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതി ഇവിടെ ലഭ്യമാണ്. സൗജന്യ OP ചികിത്സയ്ക്കൊപ്പം ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണം, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രത്യേക യോഗ പരിശീലനം എന്നിവയും ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. കായിക താരങ്ങളുടെ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും അവരുടെ കായികക്ഷമതയും മെയ്വഴക്കവും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ആയുർവേദത്തിലെ നൂതന ശാസ്ത്രശാഖയാണ് സ്പോർട്സ് ആയുർവേദ. കായിക താരങ്ങളുടെ പരിക്കുകൾക്കുള്ള ചികിത്സ, കായികക്ഷമതയ്ക്കുള്ള ഔഷധങ്ങൾ, കായികമേളകളിൽ ചികിത്സാ സഹായം എന്നിവ ഇതുവഴി ലഭ്യമാക്കുന്നു. ദേശീയ ആയുഷ് മിഷൻ്റെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന ദൃഷ്ടി പദ്ധതി കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ,
ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ, നിരവധിയായ നേത്രരോഗങ്ങൾ എന്നിവ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ സജീവമായി ശ്രമിക്കുന്നു. ഇതിനായി വിവിധ സ്ഥലങ്ങളിലും സ്കൂളുകളിലും സ്ക്രീനിംഗ് മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, ഉന്മാദം, ഷിസോഫ്രീനിയ, OCD തുടങ്ങിയ വിവിധ മാനസിക രോഗങ്ങൾക്ക് ആയുർവേദ ഔഷധങ്ങൾ, ഉചിതമായ ക്രിയാക്രമങ്ങൾ, യോഗ, കൗൺസലിംഗ് എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് മാനസിക വിഭാഗത്തിൽ ചികിത്സ നൽകി വരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരി വിമുക്തിക്കായി മനസ്വി എന്ന പദ്ധതിയും കുട്ടികളിലെ സ്വഭാവ പഠന വൈകല്യങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി ബാലമാനസം എന്ന പദ്ധതിയും ചെയ്തു വരുന്നു. ഈ പദ്ധതി പ്രകാരം കുട്ടികളുടെ കൗൺസിലിങ്ങിനായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ വളർച്ചാ വൈകല്യങ്ങളായ സെറിബ്രൽ പാൾസി, ഓട്ടിസം, ADHD, സംസാരശേഷിക്കുറവ്, പഠന വൈകല്യങ്ങൾ എന്നിവയ്ക്കുള്ള സമ്പൂർണ്ണ ആയുർവേദ ചികിത്സ സൈക്കോളജിസ്റ്റിൻ്റെയും ഫിസിയോതെറാപ്പിയുടെയും സഹായത്തോടെ കുട്ടികളുടെ ചികിത്സാ വിഭാഗത്തിൽ ചെയ്തു വരുന്നു. വിഷചികിത്സാ വിഭാഗം എല്ലാവിധ ത്വക്ക് രോഗങ്ങൾക്കും വിഷജന്യമായ ത്വക്ക് രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ നൽകി വരുന്നു. സോറിയാസിസ്, ആർട്ടിക്കേറിയ, ഫംഗൽ ഇൻഫെക്ഷൻ, താരൻ, വിട്ടുമാറാത്ത വ്രണങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ ഈ വിഭാഗത്തിൽ ലഭ്യമാണ്. ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ കേരള സർക്കാരിൻ്റെ പ്ലാൻ പദ്ധതിയിൽ നടത്തിവരുന്ന യോഗ പദ്ധതി പ്രകാരം സ്ട്രെസ് മാനേജ്മെൻറ്റ്, യോഗ തെറാപ്പി, മെഡിറ്റേഷൻ ഇവയിലൂടെ രോഗികളെ ചികിത്സിക്കുന്നു. ഗ്രൂപ്പ് യോഗ ക്ലാസുകൾ, സ്പെഷ്യൽ ഡിസീസ് ബേസ്ഡ് യോഗ, പേഴ്സണലൈസ്ഡ് യോഗ, പ്രസവാനന്തര യോഗ, പ്രഗ്നൻസി യോഗ, റിലാക്സേഷൻ ടെക്നിക്, മെഡിറ്റേഷൻ എന്നീ സേവനങ്ങൾ ഈ വിഭാഗത്തിലൂടെ ലഭ്യമാണ്. സ്ത്രീരോഗ ചികിത്സാ വിഭാഗത്തിൽ വിവിധങ്ങളായ സ്ത്രീരോഗങ്ങൾ, അമിത രക്തസ്രാവം, വേദനയോടുകൂടിയ രക്തസ്രാവം, വന്ധ്യതാ ചികിത്സ, ഗർഭധാരണത്തിനു മുൻപുള്ള ശരീരശുദ്ധീകരണ ചികിത്സകൾ, ഗർഭകാല പരിചരണം, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, മെനോപോസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ ലഭ്യമാക്കുന്നു. പക്ഷാഘാത രോഗികളുടെ പുനരധിവാസത്തിനായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പുനർനവ. 10 കിടക്കകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. അനേകം പക്ഷാഘാത രോഗികൾക്ക് ഈ പദ്ധതിയിലൂടെ ചികിത്സ നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. വൃദ്ധജന പരിപാലന പദ്ധതിയും ഇവിടെ നടപ്പിലാക്കി വരുന്നു. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ ഒരു പ്രധാന ആകർഷണമാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ആയുർവേദ കോസ്മെറ്റോളജി വിഭാഗം. ശാസ്ത്രീയമായ ആയുർവേദ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി ആധുനിക സൗന്ദര്യ പരിചരണ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്ത സമഗ്ര ത്വക്ക് കേശ പരിചരണമാണ് ഇവിടെ നൽകുന്നത്. ഓരോ വ്യക്തിയുടെയും ത്വക്ക് അവസ്ഥയും പ്രകൃതിയും വിലയിരുത്തി ചെയ്യുന്ന വിവിധ ആയുർവേദ ഫേഷ്യലുകൾ ഈ വിഭാഗത്തിൻ്റെ പ്രത്യേക ആകർഷണമാണ്. ഡോക്ടർമാർക്ക് അവരുടെ ഉത്തരവാദിത്വങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്നതിന് ഇവിടെ പ്രാക്ടീസിനായി എത്തുന്ന ഹൗസ് സർജൻസിൻ്റെയും സീനിയർ ഹൗസ് സർജൻസിൻ്റെയും സേവനം വളരെ സഹായകരമാണ്. വിവിധ പദ്ധതികളിലും വിഭാഗങ്ങളിലുമായി സർക്കാർ വഴി ലഭ്യമാകുന്ന ആയുർവേദ ഔഷധങ്ങൾ രോഗികൾക്ക് കൃത്യമായും വ്യക്തമായും വിശദീകരിച്ച് നൽകുന്നതിന് ഫാർമസി ജീവനക്കാർ വളരെയേറെ ശ്രദ്ധിച്ചു വരുന്നു. OP, IP രോഗികൾക്ക് ആയുർവേദ ഔഷധങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന ഔഷധിയുടെ ഒരു ഔട്ട്ലെറ്റും നീതി സ്റ്റോറും സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. IP-യിലെ ജീവനക്കാരുടെ എല്ലാവിധ കാര്യങ്ങളിലും നഴ്സിംഗ് സൂപ്രണ്ട് മേൽനോട്ടം വഹിക്കുന്നു. 100 ജനറൽ വാർഡും 21 പേ വാർഡുമുള്ള ആശുപത്രിയിലെ IP രോഗികളുടെ എല്ലാവിധ കാര്യങ്ങളും ക്രിയാക്രമങ്ങളും ക്രോഡീകരിച്ച് IP വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 3 ഷിഫ്റ്റുകളിലായി 16 നഴ്സുമാർ സ്ഥാപനത്തിൽ സേവനം ചെയ്തു വരുന്നു. IP രോഗികളുടെ ക്രിയാക്രമങ്ങൾ ശാസ്ത്രീയമായും കൃത്യമായും ചെയ്യുവാൻ തെറാപ്പിസ്റ്റുമാർ വളരെയധികം ശ്രദ്ധിച്ചു വരുന്നു. IP രോഗികൾക്ക് അവരുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും വായനാശീലവും അറിവും വളർത്തുന്നതിനും വേണ്ടി ലൈബ്രറി ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു. വളരെ ഉത്സാഹത്തോടെ രോഗികൾ ഈ സേവനം ഉപയോഗിച്ചു വരുന്നു.
കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷണം വൃത്തിയായും കൃത്യമായും പാചകം ചെയ്യുന്നതിനും യഥാസമയം കൃത്യതയോടെ നൽകുന്നതിനും ജീവനക്കാർ ശ്രദ്ധിച്ചു വരുന്നു. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും വേണ്ടി ക്യാൻറ്റീൻ സൗകര്യവും ആശുപത്രിയിലുണ്ട്. ആരോഗ്യപരമായ ഭക്ഷണകാര്യത്തിലും ശുചിത്വത്തിലും വളരെ ശ്രദ്ധിച്ചാണ് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. ശുചിത്വം, അണുബാധ നിയന്ത്രണം എന്നീ ഘടകങ്ങളെ വിലയിരുത്തി നിശ്ചയിച്ച സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ ആയുഷ് കായകൽപ അവാർഡിൽ ജില്ലാ ആശുപത്രി വിഭാഗത്തിൽ സ്ഥാപനത്തിന് 3ാം സ്ഥാനം കൈവരിക്കാൻ സാധിച്ചതിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ മുഖ്യ പങ്കുവഹിച്ചിരുന്നു. ആശുപത്രിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും ഏറെ ശ്രദ്ധിച്ചു വരുന്നു. രോഗികൾക്ക് വ്യായാമം, ഇലക്ട്രോ തെറാപ്പി, മാനുവൽ തെറാപ്പി തുടങ്ങിയ മാർഗങ്ങളിലൂടെ ശരീരത്തിൻ്റെ ചലനശേഷി, ശക്തി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും വേദന കുറയ്ക്കുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഫിസിയോതെറാപ്പി യൂണിറ്റ് സഹായകമാകുന്നു. കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ലാബ് സ്ഥാപനത്തിലെത്തുന്ന രോഗികൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് നവീകരിച്ച എക്സ്റേ യൂണിറ്റ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നു. കുറഞ്ഞ ചെലവിൽ എക്സ്റേ പരിശോധന രോഗികൾക്ക് ഇവിടെ നിന്നും ലഭ്യമാണ്. പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പ്രൈമറി യൂണിറ്റും സെക്കൻഡറി യൂണിറ്റും സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സ്ഥാപനത്തിന് ജില്ലാ പഞ്ചായത്ത് വഴി ലഭിച്ച വാഹനം സ്ഥാപനത്തിൻ്റേതായ ഒഫീഷ്യൽ യാത്രകൾക്കും പാലിയേറ്റീവ് സന്ദർശനങ്ങൾക്കും മെഡിക്കൽ ക്യാമ്പുകൾക്കും ഉപയോഗിച്ചു വരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികളുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം പുരുഷ വനിതാ ജയിൽ ബ്ലോക്കുകളിൽ ആഴ്ചയിൽ 2 ദിവസം സ്ഥാപനത്തിലെ നിയോഗിക്കപ്പെട്ട ഡോക്ടർമാർ സന്ദർശിച്ച് ചികിത്സ നൽകുന്നു. കിടത്തി ചികിത്സ ആവശ്യമുള്ള പ്രതികൾക്കായി സുരക്ഷാ സംവിധാനത്തോടുകൂടിയുള്ള പ്രത്യേക സൗകര്യവും ആശുപത്രിയിലുണ്ട്. നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ കഴിഞ്ഞ 7 വർഷമായി കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ OP ചികിത്സാ സംവിധാനമാണ് ഇ-സഞ്ജീവനി. ഇതിനായി ഇ-സഞ്ജീവനി OPD എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആശുപത്രിയുടെയും ജീവനക്കാരുടെയും ഔദ്യോഗികപരമായ കാര്യങ്ങൾ കൃത്യതയോടും കാലതാമസം കൂടാതെയും നിർവഹിക്കുന്നതിന് ഓഫീസ് സജീവമായി പ്രവർത്തിക്കുന്നു. മഹത്തായ ആയുർവേദ ശാസ്ത്രത്തിലൂടെ ദിനംപ്രതി നിരവധി രോഗികൾക്ക് രോഗസൗഖ്യവും ആരോഗ്യവും നൽകുവാൻ കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനം വഴി സാധിക്കുന്നു.